നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. വരവൂർ നടുവട്ടം പ്രദേശത്ത് സ്ഥാപിച്ച മാലിന്യ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ പ്രതിഷേധം ഇരമ്പുന്നു. പ്ലാന്റിൽ റെയിൽ റൺ നടത്തുന്നതിനായി മാലിന്യവുമായി എത്തിയ വാഹനങ്ങളാണ് UDF CPM നേതൃത്വത്തിൽ തടഞ്ഞത്. പോലീസ് സംരക്ഷണയിൽ വാഹനങ്ങൾ പ്ലാന്റ് പരിസരത്തെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സമരക്കാർ വഴിയടച്ച് പ്രതിഷേധിച്ചതോടെ ഉദ്യോഗസ്ഥർക്ക് വാഹനങ്ങളുമായി മടങ്ങേണ്ടി വന്നു. UDF നടത്തിയ പ്രതിഷേധ സമരം ബ്ലോക്ക് മെമ്പർ PI ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ഈ നാടിനെ മാലിന്യ മുക്തമാക്കുന്നതിൽ നിന്നും പിന്തിരിയണം. അതിനുവേണ്ടി ഈ കൊടി പിടിച്ച് നിങ്ങൾ പോകേണ്ടത് ഈ പഞ്ചായത്തിനകത്തളങ്ങളിലേക്കാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്. ഇത്തരത്തിലുള്ള പോരാട്ട നാടകങ്ങൾ എത്രത്തോളമായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ അധികാര ശ്രേണികളും എല്ലാ അധികാര സംവിധാനങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഈ ആളുകളെ കാണിക്കാൻ വേണ്ടി, ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി 4 കൊടി പിടിച്ചു വന്നാൽ ഈ ആളുകളൊക്കെ പൊട്ടന്മാരാണോ? ഇവിടെ ബഹുമാനപ്പെട്ട MLA ഇല്ലേ, അദ്ദേഹം ഈ പ്രദേശത്തെ വോട്ട് വേണ്ടി ജയിച്ചു പോയാളാ. ഇത്ര തീവ്രമായിട്ടുള്ള സമരം നടക്കുമ്പോ, 3.5 വർഷമായിട്ട് ഇത്ര തീവ്രമായിട്ടുള്ള സമരം നടക്കുമ്പോ അദ്ദേഹം എവിടെയാണ്? ഇവിടുന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്താണ് അദ്ദേഹം. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ഇവിടുത്തെ പാർലമെന്റ് പ്രതിനിധി എവിടെയാണ്? ഇത്തരത്തിൽ ആയിരങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്രയോ പാവപ്പെട്ടവർ അറസ്റ്റ് വരിച്ചു, സ്ത്രീകൾ അറസ്റ്റ് വരിച്ചു. എന്നിട്ടും ഈ മാലിന്യ പ്ലാന്റുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അരയാലുക്കൽ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. KS മുഹമ്മദ്, TM അയ്യൂബ്, M വീരചന്ദ്രൻ, KM ഹമീദ്, TB തിച്ചൂർ, മിഥുൻ, ജനപ്രതിനിധികളായ TM നാസർ, ഷംനാസ് തിച്ചൂർ, TM ബിവാത്തുകുട്ടി, സെറീന ഷമീർ എന്നിവർ സംസാരിച്ചു. CPM വരവൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് ലോക്കൽ സെക്രട്ടറി ശങ്കരൻകുട്ടി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നാരായണൻകുട്ടി, സീമ, ബാബു, പ്രജു എന്നിവർ നേതൃത്വം നൽകി. പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്നും അധികൃതർ പിന്മാറുന്നതുവരെ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത പ്രദേശത്ത് പോലീസ് കാവൽ തുടരുകയാണ്.